നമസ്കാരം നേരിച്ചവളക്കാരൻ വീണ്ടും വന്നിട്ടുണ്ടാവും. മാച്ച് എന്ന് പറഞ്ഞ ഇതുണ്ടോ മാച്ച് സെമി ഫൈനൽ എന്ന് പറഞ്ഞ ഫൈറ്റിംഗ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഫൈറ്റിംഗ് ടീമാണ്. ഓക്കെ, അവസാന ശ്വാസം വരെ ഫൈറ്റ് ചെയ്യുന്ന ടീമാണ് അർജന്റീന എന്ന് പറഞ്ഞത്. 1-0 മുന്നിട്ട് നിന്നുകൊണ്ട് 85ാമത്തെ മിനിറ്റില് ഫെർണാണ്ടീസിന്റെ ഒരു കിട്ടുക്കാച്ച് ഗോള്, അതിനുശേഷം 90+ എന്താ പറയാ നമ്മുടെ മാർട്ടിനസിന്റെ ഹെഡ് കൂടി ആയപ്പോ തീപ്പാറി പിള്ളേരുകളെ. ഇതാണ് അർജന്റീന ടീം. അത് നമ്മൾ സമ്മതിച്ചേ പറ്റുള്ളൂ. അല്ലാണ്ട് വെറുതെ ഇന്ന് ഒന്നും കുറ്റം പറയാനില്ല. കാരണം ഫൗളുകൾ 2 ടീമും കാണിച്ചിട്ടുണ്ട്. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും അർജന്റീന തന്നെയാ. അത് ബെസ്റ്റ് ടീം തന്നെയാ, അതിൽ സംശയമൊന്നുമില്ല. ഇനി നമ്മൾ പല കാരണങ്ങൾ പറഞ്ഞ റഫറി അത് ഇത് തേങ്ങ വാങ്ങാന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അവര് ഇതൊക്കെ നമ്മൾ ഇന്നാളും പറഞ്ഞു ആമ്പിള്ളവരുടെ കൂടെ കളി വരട്ടെ. ഓരോ കളി കഴിയുമ്പോഴും നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് അല്ലെങ്കിൽ ഇങ്ങനെയാണ്, അവരുടെ കൂടെ കളി വരട്ടെ, ഇംഗ്ലണ്ടിന്റെ കൂടെ ജയിച്ച് കാണിക്കേ എന്നൊക്കെ പറഞ്ഞിരുന്നതാ. പക്ഷെ ഇന്ന് ഇംഗ്ലണ്ടിനെ തരിപ്പനാക്കി കളഞ്ഞു എന്നുള്ളതാണ്. ഇന്ന് ത്രൂ ഔട്ട് അവര് മേഞ്ഞു എന്ന് പറഞ്ഞാൽ മേഞ്ഞു. മെസ്സിയും പിള്ളേരുകളും മിശിഹായും പിള്ളേരുകളും മേഞ്ഞു. ഒന്നും നോക്കാനില്ല. മെസ്സിനൊരു ഗോള് കാണാൻ പറ്റിയില്ലെങ്കിലും 2 കിട്ടിലും വേറെ ഗോളുകളും നമുക്ക് മാർട്ടിനസും അതേമാതിരി ഫെർണാണ്ടീസിനും ഗോള് കാണാൻ പറ്റിയിട്ടാ. ഡിസർവ്ഡ് വിൻ തന്നെയാട്ടാ, ഒന്നും പറയാനില്ല. എന്തിനു പറയാ, പോർച്ചുഗൽ ആയിക്കോട്ടെ, ഏത് ഫാനായാലും ഒന്നും പറയാനില്ല. എന്ന് കളിച്ചത് അവര് വിജയം അവർക്കെന്റെ ഫൈനല്. സ്പെയിന്റെ കൂടെ നല്ലൊരു മാച്ച് കാണാൻ പറ്റട്ടെ എന്ന് മാത്രം നമ്മൾ ആഗ്രഹിക്കുന്നുള്ളൂട്ടാ. അർജന്റീന കലകിണ്ട്, വേറെ ഒന്നും പറയാനില്ല. ഒരു അക്ഷരം ഉണ്ടായില്ല ചേട്ടാ. ഇനി ഇതിൽ കുറ്റങ്ങളും കുറവുകളും കണ്ടുപിടിച്ച് വരിക എന്ന് പറഞ്ഞാൽ അത് വളരെ മോശമുള്ള കാര്യമാണ്. അവര് അസാധ്യമായിട്ട് ലാസ്റ്റ് ശ്വാസം വരെ ഫൈറ്റ് ചെയ്ത് ജയിച്ചു. 2-1 അവർ വിജയിച്ചു. ഫൈനലിൽ അർജന്റീന വേഴ്സസ് സ്പെയിൻ. അത് നല്ല മാച്ച് ആവട്ടെ. വിരിയട്ടങ്ങട് പൂക്കാവടി.